ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കാഞ്ഞങ്ങാടുള്ള ബേക്കലംകോട്ടയിലാണ്. കുറേയായി ബേക്കലംകോട്ടയിലെല്ലാം പോവാതെ കേട്ടോ. അങ്ങനെ ഇന്ന് ബേക്കലംകോട്ടയിൽ പോയച്ചു. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തറ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതില്ലേ യാത്രാ ബസ്സിലാണ് കേട്ടോ. യാത്രാ ബസ്സിൽ കയറിയ ബസ്സിൽ നിന്ന് കുറേ പാട്ടെല്ലാം കേട്ടു. ഈ ബസ്സിൽ പോകുമ്പോൾ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. പാട്ടെല്ലാം കേട്ടിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സൈഡ് സീറ്റിലിരുന്നിട്ട് ഇങ്ങനെ പാട്ടെല്ലാം കേട്ടിട്ട് പോകാൻ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അങ്ങനെ പാട്ടെല്ലാം കേട്ട് അങ്ങനെ അങ്ങ് കാഞ്ഞങ്ങാട് ടൗണിലെത്തി. അവിടെ നമ്മൾ കാസർഗോഡ് ബസ് കയറണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പുറത്തേക്ക് അങ്ങനെ റോഡെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ പോകുന്നത് നമ്മൾ സ്റ്റേറ്റ് ബസ്സിലാണ് കേട്ടോ. അങ്ങനെ സ്റ്റേറ്റ് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് നടന്ന് പോകുമ്പോൾ സ്റ്റേറ്റ് ബസ്സിൽ പോയി അങ്ങനെ കയറി സ്റ്റേറ്റ് ബസ്സിൽ കയറി സീറ്റെല്ലാം കിട്ടിന് കേട്ടോ കയറിയപ്പള്ളിയിൽ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി സൈഡ് എവിടെ പോകുമ്പോൾ സൈഡ് സീറ്റ് നോക്കും കേട്ടോ. അങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് ബസ്സിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുന്ന വഴിയിൽ കുറേ കാര്യങ്ങളെല്ലാം കണ്ടു. അങ്ങനെ നമ്മൾ ബേക്കലംകോട്ടയിലെത്തി. ഇത് കവാടാണ് കേട്ടോ. പുള്ളിക്കര ബേക്കലംകോട്ടേൻ്റെ കവാടാണ്. അങ്ങനെ ഇതാ സൈഡിലേ ഇങ്ങനെ തണലത്തോടെ ഞങ്ങളിങ്ങനെ നടന്ന് ബേക്കലംകോട്ടയിലേക്ക്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ച സമയമൊന്നും ഉണ്ടായിട്ട നല്ല തിരക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ബേക്കലംകോട്ടയിലേക്ക് നടക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിലൊരു സ്പെഷ്യലുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രണ്ടാൾക്കാരെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോൻ്റെ ലാസ്റ്റ് അവരാടെ ബേക്കലംകോട്ട എത്തുമ്പോൾ പരിചയപ്പെട്ടതാണ് കേട്ടോ. ഒരു യൂട്യൂബറാണ്. വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ സൈഡിലെ പൂക്കളും കാര്യങ്ങളെല്ലാം എടുത്തു. അങ്ങനെ കുറേ ആളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം പോയിട്ട് ബേക്കലംകോട്ടയുടെ ഉള്ളിൽ. അങ്ങനെ ബേക്കലംകോട്ടേൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട് കേട്ടോ, ഹനുമാൻ സ്വാമിയുടെ അമ്പലം. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് തൊഴുതു. പിന്നെ അങ്ങനെ അങ്ങ് ഉള്ളിലേക്ക് പോന്നു. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്നിടത്ത് കുറേ പൂക്കളെല്ലാം നട്ടിട്ടുണ്ട്. അങ്ങനെ പൂവെല്ലാം കണ്ടു നോക്കി. പൂവിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞു, പിന്നെ വീഡിയോ എടുക്കുന്നത് പൂവൊന്നും പറിച്ചൂടെ പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾക്ക് ഒന്ന് പൂ പറിക്കാമെന്നപ്പം നമ്മൾ അങ്ങനെ പൂവൊന്നും പറിക്കില്ലപ്പം. അങ്ങനെ നല്ല ബേക്കലംകോട്ടയിൽ നോക്കിയേ എന്ത് നല്ല കാഴ്ച നോക്കിയാൽ ബേക്കലംകോട്ടേൻ്റെ. അങ്ങോളം കുറേ ചെടികളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചന്ദ്രനും സൂര്യനും ഒക്കെ നടക്കുന്നൊരു ചെടി ഉണ്ട് കേട്ടോ അവിടെ. അത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴിയിലൊരു മയിലിനെ കണ്ടു. കുറച്ച് സമയം മയിലിൻ്റെ പുറകെ നടന്നു. ശരിക്കും കാസർഗോഡ് ജില്ലയിലെ തന്നെ കാസർഗോഡ് എന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കലംകോട്ട എന്ന് പറയുന്നത്. കുറേ തെങ്ങും അങ്ങനെ നല്ല വൈബാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയി കുറേ സമയം പൂക്കളുടെ എല്ലാം നോക്കി, കടലെല്ലാം നോക്കി കുറേ സമയം അവിടെ നിന്നു. കുറേ ആൾക്കാരെല്ലാം ഉണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് യൂട്യൂബിൽ ലൈവെല്ലാം ഇടുന്ന സമയത്ത് ഇന്നലെ നല്ല തിരയാന്ന് കേട്ടോ കടലുണ്ടായിന്. തിര അങ്ങനെ അടിച്ച് കയറ്റുന്നുണ്ടായിരുന്നില്ല കടലിന്. അങ്ങനെ ഞങ്ങൾ ലൈവെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മളോട് ശ്യാമള മധു എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറുണ്ട്. അവർ ചോദിച്ചു, നിങ്ങൾ അവിടെയല്ലേ? ഞങ്ങൾ ബേക്കലത്തുണ്ട്. അപ്പം ഓ അതെയാന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരെ കണ്ടു. അങ്ങനെ അവർ ഞങ്ങളെ കാണാൻ വന്നു. കുറേ സംസാരിച്ചു. നല്ലൊരു അച്ഛനും അമ്മയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അച്ഛനമ്മയോടും കുറേ വർത്തമാനമെല്ലാം പറഞ്ഞു. ഐസ്ക്രീമെല്ലാം കഴിച്ചു. മുണ്ടച്ചക്ക എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പൈനാപ്പിളെല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഐസ്ക്രീമെല്ലാം കഴിച്ചുകൊണ്ട് ഇങ്ങനെ മെല്ലെ നീങ്ങിയായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. അങ്ങനെ നടന്ന് കുറേ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഇതിങ്ങനെ ഓരോരോ ഇങ്ങനെ കവാടം കണക്കുണ്ട്. പണ്ട് പട്ടാളക്കാർക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുപോലെ പാടിൽ നിന്നിട്ട് ഇങ്ങനെ പുറമേയില്ല വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തു. അങ്ങനെ നല്ല വിശേഷമായിരുന്നു കേട്ടോ. ബേക്കലത്ത് പോയിട്ട് അപ്പോൾ ഇത് നിങ്ങളൊരിക്കൽ കാണിക്കുക വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത്രയേ ഉള്ളൂ.